ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഫെബ്രുവരി 5 തീയതി ഭരണി നക്ഷത്രമാണ്. മകരമാസത്തിലെ ഭരണി. മകരമാസത്തിലെ ഭരണിക്ക് എന്താണ് പ്രത്യേകത? ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. ഫെബ്രുവരി 4 തീയതി രഥസപ്തമിയാണ് എന്നുള്ളത്. സൂര്യഭഗവാന്റെ തിരുനാളാണ്, അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് എന്ന് നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. സൂര്യൻ ഉത്തരായനത്തിലേക്ക് തൻ്റെ 7 കുതിരകളെ പൂട്ടിയ രഥത്തിൽ യാത്ര തുടങ്ങുന്ന ദിവസമാണ് രഥസപ്തമി ദിവസം എന്ന് പറഞ്ഞിരുന്നു. അതായത് സൂര്യഭഗവാൻ ഉത്തരായനത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം സൂര്യൻ ഉത്തരായനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശുഭകാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉത്തരായനത്തിലേക്ക് സൂര്യഭഗവാൻ കടക്കുന്ന ആ സമയത്തുള്ള ഭരണി നക്ഷത്രം വളരെ വളരെ ശ്രേയസ്കരമാണ്. ഇത്തവണത്തെ മകരമാസത്തിലെ ഭരണി വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം 5 തീയതിയാണ്. അന്നേ ദിവസം ദേവീ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതിനായിട്ട്. ദേവി ഉഗ്രരൂപിണി ആണെങ്കിലും ഭക്തവത്സലയാണ്. തന്നെ ആശ്രയിക്കുന്നവരോട് അമിതമായ സ്നേഹമുള്ളവളാണ്. തൻ്റെ ഭക്തരെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ദ്രോഹിച്ചാൽ പോലും അമ്മ വളരെയധികം കോപിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മഹാദേവിയെ ആശ്രയിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ വളരെ ശ്രേയസ് അമ്മ വാരിക്കോരി പ്രദാനം ചെയ്യും. എങ്ങനെയാണ് മഹാദേവിയെ പൂജിക്കേണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല. ദേവീക്ഷേത്ര ദർശനം നടത്തുക, ലളിതാ സഹസ്രനാമം നിരന്തരം ജപിക്കുക, അമ്മയുടെ തിരുനാമങ്ങൾ ജപിക്കുക, അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന ചെയ്യുക, ഗുരുതി പോലുള്ള വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ അമ്മ വളരെയധികം സംപ്രീതയായിത്തീരും. നമ്മുടെ അമ്മയാണ് എന്ന് ധരിക്കുക. ഏതൊരു മനുഷ്യനായാലും തനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ ആദ്യം ഓടിച്ചെല്ലുന്നത് അവൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. എത്ര അബലയാണെങ്കിലും അമ്മയ്ക്ക് അമിതമായ സമ്പത്തൊന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് ആരോഗ്യമില്ലെങ്കിലും ആ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ ഒരു വല്ലാത്ത സംരക്ഷണ ബോധമാണ് നമുക്കുണ്ടാകുന്നത്. നമ്മൾ അനാഥരല്ല, നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവിയും നമ്മുടെ അമ്മ തന്നെയാണ്. ആ അമ്മയെ എങ്ങനെ ആശ്രയിക്കുന്നുവോ അതുപോലെ തന്നെ അതിൻ്റെ 10 ഇരട്ടിയായി അമ്മ നമുക്ക് സകലവിധ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും. അതുകൊണ്ട് അന്നേ ദിവസം മഹാദേവിയെ നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. വ്രതം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുക. വ്രതം എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ആ നേദ്യച്ചോറ് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്ത ഒരു ചമ്മന്തി കൂട്ടി കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം എടുക്കാവുന്നതാണ്. രാവിലെയും വൈകുന്നേരവും പഴവർഗ്ഗങ്ങൾ കഴിക്കാം. അതല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് ഉപവസിക്കാം. അത് നമ്മുടെ ഇഷ്ടം. അതുകൂടാതെ മറ്റൊരു രീതിയുണ്ട്, പൂർണ്ണമായ ഉപവാസം. ഒന്നും കഴിക്കാതെ ഇരിക്കുക, പൂർണ്ണമായ ഉപവാസം. അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിരിക്കുക. എങ്ങനെയാണോ നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. പിറ്റേ ദിവസം നമ്മൾ രാവിലെ കുളിച്ച് നാമം ജപിച്ച് തീർത്ഥം സേവിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. രാവിലെയും വൈകുന്നേരവും കുളിച്ച് 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് ലളിതാ സഹസ്രനാമം, ദേവീ മഹാത്മ്യം, ഭദ്രകാളി ദേവിയുടെ നാമങ്ങൾ, നമുക്ക് എന്തൊക്കെയാണോ അറിയാൻ പറ്റുന്നത് അതൊക്കെ ജപിക്കുക. അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ അമ്മേ നാരായണ എന്ന നാമം നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. എന്തു തന്നെയായാലും വ്രതമെടുത്താലും ഇല്ലെങ്കിലും തന്നെ അന്നേ ദിവസം മഹാദേവിയെ പ്രാർത്ഥിക്കുന്നതിനായി കുറച്ച് സമയം മാറ്റിവെക്കുക. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ദോഷമൊന്നും ഉണ്ടാവുകയില്ല, ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ശിവപുരാണത്തിലെ ഒരു പ്രധാനപ്പെട്ട
കഥാഭാഗം നോക്കാം. അതായത് ശ്രീ പാർവതീദേവി കാളികാരൂപത്തിൽ അവതരിച്ച കഥയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ കഥ നിങ്ങൾ ഇന്ന് കേൾക്കുന്നത് കൂടാതെ ഭരണി ദിവസം ഒന്നും കൂടി ഈ വീഡിയോയൊന്ന് എടുത്ത് കേൾക്കാനായി ശ്രമിക്കുക. കാരണം അന്നേ ദിവസം, അതായത് ഓരോ പ്രത്യേകതയുള്ള ദിവസങ്ങളിലും അതാത് ദേവിമാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ കഥകൾ നമ്മൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും ശ്രേയസ്കരം തന്നെയാണ്. കാരണം ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ നമ്മൾ ഭഗവതിയിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഥാഭാഗത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അവസാനം വരെ ക്ഷമയോടുകൂടി കേൾക്കണം. ഉമ കാളികാരൂപത്തിൽ അവതരിച്ച കഥയാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പരബ്രഹ്മവും പരമാത്മാവുമായ മഹേശ്വരൻ്റെ പത്നിയാണ് ആദിശക്തിയായ ഉമാദേവി. അവർ തന്നെയാണ് ത്രിലോകങ്ങളെയും ഉത്ഭവിപ്പിക്കുന്ന പരാശക്തി. ദക്ഷകന്യകയായ സതിയും ഹിമവാന്റെ പുത്രിയായ പാർവതിയും ഉമാദേവിയുടെ 2 അവതാരങ്ങളാണ്. പണ്ട് സ്വാരോചിഷ മന്വന്തരത്തിൽ വിരധൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു സുരഥൻ. ഇയാൾ മഹാനും മഹാശക്തനും പ്രബലനുമായിരുന്നു. ദാനധർമാദികളിൽ നിപുണനും സത്യസന്ധനും സ്വധർമ്മകുശലനും വിദ്വാനും എന്തിനേറെ പറയുന്നു ഉത്തമ ദേവീഭക്തനുമായിരുന്നു അയാൾ. സുരഥൻ കോലാപുരത്തിലെ രാജാവായ ശേഷം തൻ്റെ പ്രജകളെ വേണ്ടവിധം സംരക്ഷിക്കുകയും ഇന്ദ്രനു തുല്യം രാജ്യം ഭരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അസൂയാലുക്കളായ അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ സുരഥനെ ആക്രമിച്ച് രാജ്യം തട്ടിയെടുക്കുന്നതിന് തീരുമാനിച്ചു. അവർ 9 പേർ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ സുരഥൻ്റെ രാജധാനിയെ 4 പാടുനിന്നും ആക്രമിച്ചു. അതറിഞ്ഞ് രാജാവ് പടക്കളത്തിലിറങ്ങി ഭയങ്കരമായ യുദ്ധം ചെയ്തു. അപ്രതീക്ഷിതമായ ആക്രമണവും പ്രബലരായ ശത്രുക്കളും മൂലം സുരഥന് യുദ്ധത്തിൽ പരാജയം സംഭവിക്കുന്നു. ശത്രുക്കൾ രാജ്യം കൈക്കലാക്കി സുരഥനെ രാജ്യത്തു നിന്നും ഓടിച്ചുവിട്ടു. ദുഃഖിതനായ രാജാവ് തൻ്റെ മന്ത്രിമാരെയും കൂട്ടി മറ്റൊരു നഗരത്തിൽ ചെന്ന് താമസിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു വന്നു. എന്നാൽ ശത്രുക്കൾ അവിടെയും എത്തി സുരഥനെ ആക്രമിച്ചു. ആ യുദ്ധത്തിലും അദ്ദേഹത്തിന് പരാജയമാണ് സംഭവിച്ചത്. നിർഭാഗ്യവശാൽ തൻ്റെ മന്ത്രിമാർ പോലും തനിക്ക് ശത്രുക്കളായി ഭവിച്ചു. അവർ രാജഭണ്ഡാരം കൊള്ളയടിച്ച് പണം മുഴുവനും കൈക്കലാക്കി. നിരാശനായ രാജാ സുരഥൻ നായാട്ടിൻ എന്ന വ്യാജേന ഒറ്റയ്ക്ക് ഒരു കുതിരപ്പുറത്ത് കയറി നഗരത്തിന് വെളിയിൽ വന്ന് ഇടതൂർന്ന വനങ്ങളിലേക്ക് പോയി. അവിടെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരാശ്രമം അദ്ദേഹം കണ്ടെത്തുന്നു. ആ ആശ്രമത്തിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വേദമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നു. ജീവജാലങ്ങൾ ശാന്തരായി കാണപ്പെട്ടു. മുനികളും ശിഷ്യരും ഉപശിഷ്യന്മാരെയും അവിടെ കാണപ്പെട്ടു. ബ്രാഹ്മണ ശ്രേഷ്ഠനായ മേധിയായിരുന്നു ആ ആശ്രമത്തിൻ്റെ മേധാവി. അദ്ദേഹത്തിൻ്റെ പ്രഭാവത്താൽ ആ ആശ്രമത്തിൽ ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല. സുരഥ രാജാവിനെ കണ്ട് മുനീശ്വരനായ മേധ വളരെയധികം സ്നേഹത്തോടുകൂടി ആഹാരവും ഇരിപ്പിടവും നൽകി രാജാവിനെ സൽക്കരിക്കുന്നു. അങ്ങനെ രാജാവ് സൽക്കാരം സ്വീകരിച്ച് അവിടെ താമസിക്കുന്നു. അങ്ങനെ ആ രാജാവ് വിവിധ ചിന്തകളിൽ മുഴുകി ഇരിക്കുന്ന ആ സമയത്ത് അവിടെ ഒരു വൈശ്യൻ വന്നു ചേരുന്നു. അയാളുടെ മുഖത്ത് മ്ലാനത നിഴലിക്കുന്നുണ്ടായിരുന്നു. രാജാവ് ആ വൈശ്യനോട് ഇങ്ങനെ ആരാഞ്ഞു: ഹേ സഹോദര, നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളെ കണ്ടിട്ട് വളരെ ദുഃഖിതനായി തോന്നുന്നുവല്ലോ. എല്ലാം എന്നോട് തുറന്നു പറയുക. ഇങ്ങനെയുള്ള രാജാവിൻ്റെ വാക്കുകൾ കേട്ട് വൈശ്യൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇങ്ങനെ മറുപടി പറഞ്ഞു: അല്ലയോ രാജാവേ, ഞാൻ ഒരു വൈശ്യനാണ്. എൻ്റെ പേര് സമാധി എന്നാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ പിറന്നവനാണു ഞാൻ. എന്നാൽ എൻ്റെ ഭാര്യയും മക്കളും പണത്തിനോടുള്ള അത്യാഗ്രഹം മൂലം സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് എന്നെ അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. നിരാശ്രയനായ ഞാൻ ഇവിടെ വന്നുപെട്ടു. എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും അറിയാൻ സാധിക്കാത്തതിനാൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്.
വൈശ്യന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് രാജാവ് ഇങ്ങനെ ചോദിച്ചു: ദുരാചാരിയും പണക്കൊതിയന്മാരുമായ മക്കൾ നിങ്ങളെ അടിച്ചിറക്കിയിട്ടും പിന്നെയും എന്തിനാണ് അവരുടെ നേർക്ക് ഇത്രയധികം സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്? അപ്പോൾ ആ വൈശ്യൻ ഇങ്ങനെ പറഞ്ഞു: അങ്ങ് പറഞ്ഞത് ശരിയാണ്, വളരെയധികം സത്യവുമാണ്. എങ്കിലും സ്നേഹത്താൽ എൻ്റെ മനസ്സ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ രാജാ സുരഥനും മോഹത്താൽ ബന്ധിതനായിരുന്നു. അതിനാൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് മുനിശ്രേഷ്ഠനായ ആ മഹർഷിയുടെ അടുക്കലെത്തിച്ചേരുന്നു. വൈശ്യനും രാജാവും മുനിയെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും മോഹപാശത്തെ മുറിച്ചു തരണം. എന്നെ രാജ്യലക്ഷ്മി ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാനിന്ന് ഭയങ്കരമായ ഈ വനത്തെ അഭയം പ്രാപിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ദുഃഖം. ഇയാൾ വൈശ്യനാണ്. ഭാര്യ മുതലായ ബന്ധുക്കൾ എല്ലാവരും കൂടി ഇയാളെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ മമത അവരുടെ അടുക്കൽ നിന്നും വിട്ടുപോകുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെന്താണ് കാരണം? ഞങ്ങൾ രണ്ടുപേരും അറിവുള്ളവരാണ്. എന്നിട്ട് പോലും ഞങ്ങളുടെ മനസ്സ് മോഹത്താൽ വ്യാകുലമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏതു മായയാലാണ് മഹർഷേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ രാജാവ് വീണ്ടും വീണ്ടും മഹർഷിയോട് ചോദിക്കുകയാണ്. അപ്പോൾ മുനി ഇങ്ങനെ പറഞ്ഞു: രാജാവേ, സനാതന ശക്തി സ്വരൂപമായ ജഗദംബിക മഹാമായയാണ്. സകലരുടെയും മനസ്സിനെ മോഹത്തിലാഴ്ത്തുന്നത് ആ അംബിക തന്നെയാണ്. ജഗദംബികയുടെ മായയാൽ മോഹിതരായി തീർന്നിരിക്കുന്നതിനാൽ ബ്രഹ്മാവ് മുതലായ സകല ദേവന്മാർക്കും പരമമായ തത്വത്തെ പോലും പലപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ പാപം മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ആ പരമേശ്വരി സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ആശ്രയിച്ച് കാലമാകുമ്പോൾ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇച്ഛാനുസരണം രൂപം ധരിക്കുന്നവളും വരദായിനിയുമാണ് ജഗദംബ. അമ്മ ആരിൽ പ്രസന്നയാകുന്നുവോ അവൻ മാത്രമാണ് മോഹമാകുന്ന ബന്ധത്തെ ഭേദിക്കുന്നത്. മഹർഷിയുടെ മറുപടി കേട്ട് രാജാവ് വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു: മാമുനി, എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ ദേവി മഹാമായ ആരാണ്? എങ്ങനെയാണ് ദേവി ഉത്ഭവിച്ചത്? ദയവായി അങ്ങെല്ലാം തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ ആ മഹാമുനി ഇങ്ങനെ കഥ പറഞ്ഞു: ലോകം മുഴുവനും മഹാസമുദ്രത്തിൽ ആണ്ടു കിടക്കുകയായിരുന്നു. അതിനാൽ യോഗീശ്വരനായ ഭഗവാൻ കേശവൻ ശേഷശയ്യയിൽ യോഗനിദ്രയെ അവലംബിച്ച് ശയിച്ചിരുന്നു. അത് അനേകം നാൾ തുടർന്നു. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടാകുന്നു. അവരാണ് മധു എന്നും കൈഡഭൻ എന്നും. അങ്ങനെ മധു കൈഡഭന്മാർ എന്ന് പ്രസിദ്ധരായ അസുരന്മാർ അവരാണ്. അവർ ഇരുവരും ഭീമാകായന്മാരും ഘോരന്മാരുമായിരുന്നു. പ്രളയകാല സൂര്യനെ പോലെ തേജസ്വികളായിരുന്നു. അവരുടെ താടിയെല്ലുകൾ വളരെ വലുതും ദംഷ്ട്രകൾ ഭയങ്കരങ്ങളുമാകയാൽ അവർ ഈ ലോകത്തെ മുഴുവനും ഭക്ഷിക്കാൻ പോവുകയാണോ എന്ന് തോന്നിപ്പോകുമായിരുന്നു. അവരിരുവരും വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു: എടാ, നീ ആരാണ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ ബ്രഹ്മാവിനെ കൊല്ലാനൊരുങ്ങുന്നു. ബ്രഹ്മാവ് നോക്കിയപ്പോൾ അസുരന്മാർ 2 പേരും തന്നെ ആക്രമിക്കാൻ വരുന്നു. ഭഗവാൻ ജനാർദ്ദനൻ സമുദ്രജലത്തിൽ നിദ്ര കൊള്ളുന്നു. നിസ്സഹായനായ ബ്രഹ്മദേവൻ പരമേശ്വരിയെ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: അംബികേ പരമേശ്വരി, അവിടുന്ന് ദുർജയന്മാരായ 2 ദൈത്യന്മാരെയും മോഹിപ്പിക്കുകയും അജനായ ഭഗവാൻ നാരായണനെ ഉണർത്തുകയും ചെയ്യണമേ. ഇങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചപ്പോൾ സകല വിദ്യകളുടെയും അധിദേവതയായ ജഗദംബ മഹാവിദ്യ മീനമാസത്തിലെ വെളുത്ത പക്ഷ 12 ദിവസം ത്രൈലോക്യമോഹിനിയായ ശക്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി.
ആ ദേവി മഹാകാളി എന്ന പേരിൽ വിഖ്യാതയായി. അതിനുശേഷം ആകാശത്തു നിന്നും ഇങ്ങനെയൊരു ആകാശവാണി കേട്ടു: ഹേ കമലാസന, പേടിക്കേണ്ട. ഇന്ന് യുദ്ധത്തിൽ മധുകൈടവന്മാരെ വധിച്ച് ഞാൻ നിങ്ങളുടെ ബാധ നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മഹാമായ ശ്രീഹരിയുടെ നയനം, മുഖം മുതലായവയിൽ നിന്നും പുറപ്പെട്ട് ബ്രഹ്മദേവന്റെ ദൃഷ്ടിപഥത്തിൽ വന്ന് നിലകൊണ്ടു. അനന്തരം ദേവാദിദേവനായ ജനാർദ്ദനൻ ഉണർന്നെഴുന്നേൽക്കുന്നു. അദ്ദേഹം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മധുകൈടവന്മാരെ കാണുന്നു. അതുല്യ തേജസ്വിയായ വിഷ്ണു ആ ദൈത്യന്മാരുമായി 5000-ഓളം വർഷം ഭയങ്കരമായ യുദ്ധം നടത്തി. അപ്പോൾ മഹാമായയുടെ പ്രഭാവത്താൽ മോഹിതരായ ആ അസുരന്മാർ രണ്ടുപേരും ലക്ഷ്മീപതിയോട് ഇങ്ങനെ പറഞ്ഞു: ഹേ വിഷ്ണു, നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള വരം വാങ്ങിക്കൊള്ളുക. ഇതു കേട്ട് വിഷ്ണു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്നിൽ സന്തുഷ്ടരാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് നിങ്ങൾ മരിക്കണം. ഇതാണ് എനിക്ക് വേണ്ട വരം. അത് തരിക. മറ്റൊരു വരവും എനിക്ക് ആവശ്യമില്ല. ആ അസുരന്മാർ ചുറ്റും നോക്കി. ഭൂമി മുഴുവനും ഒരു വൻ സമുദ്രമായിരിക്കുന്നു. അപ്പോൾ അവർ കേശവനോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളെ രണ്ടുപേരെയും വെള്ളം കൊണ്ട് നനയാത്ത സ്ഥലത്തു വെച്ച് കൊന്നുകൊള്ളുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: വളരെ നല്ലത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണൻ തൻ്റെ പരമതേജസ്വിയായ ചക്രമെടുത്തു. തുടർന്ന് തൻ്റെ തുടയാകുന്ന വെള്ളമില്ലാത്ത സ്ഥലത്തു വെച്ച് ആ അസുരന്മാരുടെ ശിരസ് ഭഗവാൻ ശ്രീഹരി മുറിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇങ്ങനെയാണ് ഉമാദേവി കാളികാരൂപത്തിൽ അവതരിച്ചത്. ബ്രഹ്മദേവന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ജഗദംബികയായ മഹേശ്വരി കാളികാരൂപത്തിൽ അവതരിക്കുകയും അസുരന്മാരെ മോഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് മഹാദേവിയുടെ കാളികാരൂപ ഉൽപ്പത്തി. ഭദ്രകാളിയായി ദേവി അവതരിച്ചത് ദക്ഷയാഗ സമയത്താണ്. ഭഗവാൻ മഹേശ്വരൻ തൻ്റെ പത്നി ജീവത്യാഗം ചെയ്തതറിഞ്ഞ് ക്രുദ്ധനായി വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ച കഥ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഭദ്രകാളിയായാലും പാർവതീദേവിയായാലും മഹേശ്വരിയായാലും ഉമയായാലും വരാഹിയായാലും ലളിതാംബികയായാലും ആരു തന്നെയായാലും കാളികയായാലും എല്ലാം ഒരേ ഒരു ശക്തിവിശേഷത്തിൻ്റെ പല പല ഭാവങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കുക. ഭാഗവതം പഠിച്ചിരുന്ന സമയത്ത് മഹാമായ ജനിച്ചപ്പോൾ മഹാമായ ഇതുതന്നെയാണ് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. വൈഷ്ണവിയായിട്ടും വരാഹിയായിട്ടും പാർവതിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ തന്നെ പല പല രൂപങ്ങളിൽ മഹാദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിനായി വാണരുളുകയാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ ഭദ്രകാളി ദേവിയുടെ നക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ മഹാദേവിയെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തന്നെ ദേവി വളരെയധികം സൗഭാഗ്യങ്ങൾ വാരിക്കോരി നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞു തന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു ഭാവം തന്നെയാണ് എന്ന്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.